കർത്താവായ ദൈവമേ, അങ്ങയുടെ വാത്സല്യാദികളാൽ അങ്ങയുടെ മക്കളായ ജോമോനും ആനിയും പരസ്പരം സ്നേഹിക്കാൻ പ്രചോദനം നൽകിയ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയെ പ്രസാദിപ്പിക്കാനും യഥാസമയം വിവാഹമെന്ന കൂദാശയിൽ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ജോമോൻ എന്ന നിങ്ങൾ തിരുസഭയുടെ നിയമപ്രകാരം ഈ നിൽക്കുന്ന ആനിയെ വിവാഹം ചെയ്യാൻ സമ്മതമാണോ? സമ്മതമാണ്. ആനി എന്ന നിങ്ങൾ തിരുസഭയുടെ നിയമപ്രകാരം ഈ നിൽക്കുന്ന ജോമോനെ നിങ്ങളുടെ ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതമാണോ? സമ്മതമാണോ ആനി? സമ്മതമല്ല. ആനിക്ക് സമ്മതമല്ല ഫാദർ. ബിക്കോസ് ഷീസ് ഇൻ ലവ്. ദേ ഇവനുമായിട്ട് അതെ ഫാദർ. കുറച്ച് പഴക്കമുണ്ട്, ഒരു 4 വർഷം. പിന്നെ എങ്ങനെയാ ഫാദർ ആനി ഇവനുമായിട്ട്? നീ ആരോടാ പറയാൻ? ഇടങ്ങേറാക്കല്ലേ, നിനക്കെന്നെ അറിയില്ല. എനിക്ക് അറിയാം സർ. ആനിയുടെ ഗോഡ് ഫാദർ അല്ലേ തലത്തൊട്ടപ്പൻ, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് പോൾ ആലിംഗൽ സർ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ പറഞ്ഞതല്ലേ നിയമപരമായി അതിൻ്റെ ഒരു ശരി. പിന്നെ ആനിയുടെ സമ്മതമില്ലാതെ ഈ മനസ്സമ്മതം നടക്കുമോ? മോനെ നിന്നെ ഞാൻ പോലീസ് ഡിക്ഷൻ വേണ്ട. ഓളച്ചായം വിട്ടേര്, ഇവന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ദേ അച്ഛൻ ഏറ്റെടുത്തു, പ്രശ്നം തീർന്നല്ലോ. ഫാദർ, മാൻ പ്രപ്പോസസ്, ഗോഡ് ഡിസ്പോസസ്. ഞാൻ വെറും ഒരു ഇടനിലക്കാരൻ. പോളെ, ഇത് നടക്കില്ല. തൽക്കാലം എല്ലാവർക്കും പിരിയാം. അച്ചോ, നാളെ ഒന്ന് ഫ്രീ ആവണം ഇവന്റെ ശവാടക്കിന്. എടാ സാവി, ആ കാമുകനെ ഒറ്റയ്ക്കാണ് പോയിരിക്കുന്നത്. അവന്മാരെ അവനെ പഞ്ഞിക്കിടൂ. മനസ്സമ്മതം കലക്കാനേ ഏറ്റിട്ടുള്ളൂ, അല്ലാതെ അവന്റെ ജീവന് ഗ്യാരണ്ടി കൊടുത്തിട്ടില്ല. പണി നടത്തിയതിന്റെ കാശൊക്കെ കിട്ടിയോടാ നിനക്ക്? ഓ കിട്ടി. അതിന്റെ ചെലവിന് പോയാ കായ്ക്കറിയുടെ ബിരിയാണി കഴിക്കാൻ. എന്നാ ഞങ്ങളുടെ വക ഒരു ട്രീറ്റ് തരാം, തന്നേക്കട്ടെ. സന്തോഷം. എടാ സാവി, എന്നെ അടിച്ച കണ്ടില്ലേടാ? വരണ്ടടാ. എടാ, അങ്കിൾ ഇന്നലെയും കൂടി വിളിച്ചിരുന്നു. നിനക്ക് അവിടെ ഒരു ജോലി ശരിയാക്കി തരാമെന്നും പറഞ്ഞു. മമ്മ, ഇവിടെ ഇപ്പൊ ഞാൻ ചെയ്യുന്ന ജോലിക്ക് എന്താ കുഴപ്പം? നിനക്കൊരുപാട് ടെൻഷൻ ഉണ്ടെന്ന് എനിക്കറിയാം. എന്റെ മമ്മയെ തനിച്ചാക്കിയിട്ട് പോകണമെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ടെൻഷൻ, മനസ്സിലായോ? ഏലൂരിലെ ചൗക്കയിലെ കേസിൽ നിന്നെ പൊക്കാൻ പരിപാടിയുണ്ട്. എടാ മമ്മ, മമ്മേനെ അടുത്ത് പറയണോ? ചാക്ക് പൊക്കാനൊന്നും എന്നെ കിട്ടില്ല. നീ വേറെ ആളെ നോക്കടാ. ചാക്കല്ല, ചാക്കോ. നീ കൈ കാലും തല്ലി ഓടിച്ച ചാക്കോ. സാവി, എന്തിവൻ പറയുന്നേ? യു നോ ദിസ് ചാക്കോ മമ്മ. മറന്നതാ. ഒന്ന് പിടിച്ചേ. ഓട പൊട്ട.
നമ്മ നിൽക്കുന്നത് കണ്ടില്ലടാ പോത്തെ. നീ വന്ന കാര്യം പറ. നീ അർജന്റായിട്ട് പോലീസ് സ്റ്റേഷൻ ചെല്ലണം. അന്ന് നീ ചൗക്കയിൽ പോയി ഒരു കൊട്ടേഷൻ ചെയ്തില്ല, അതാണ് കേസ്. ഓ, ഇതാ അസിസ്റ്റന്റ് കമ്മീഷണറുടെ കഴപ്പാ. എന്തായാലും സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടുന്ന വകുപ്പാ. ആ നീ ആ ചട്ടുകാലൻ വക്കീലിനോട് അങ്ങോട്ട് വരാൻ പറ. ഓക്കെ. എന്താ സാറേ, ഈ പറഞ്ഞ കേസ് അന്ന് സെറ്റിൽ ചെയ്തല്ലേ? അതെ, ഞാനാ സെറ്റിൽ ചെയ്തത്. പക്ഷേ ഇതിപ്പോൾ കേസ് മാറി. മോളിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷനാ. സംഗതി നോൺ ബെയിലബിൾ. നീയും അസിസ്റ്റന്റ് കമ്മീഷണർ അദ്ദേഹവുമായി എന്താ പ്രശ്നം? ഒരു മിനിറ്റ് സാറേ. വക്കീലെ ബാ. അപ്പുനെ എങ്ങനെയാ? അതെ, പെടുത്താൻ വേണ്ടി തന്നെയാണെങ്കിൽ ഞാൻ വിചാരിച്ച ഒരു രക്ഷയുമില്ല. കോടതിയിൽ ഹാജരാക്കുമല്ലോ, അപ്പ കാണാം. ഒരാഴ്ച കിടക്കേണ്ടി വരും. ഒരു വികലാംഗന്റെ കാല് തല്ലി ഓടിച്ചാൽ ജാമ്യം കിട്ടും. പിന്നെ ഞാനില്ലേ? തനിക്ക് പറ്റില്ല. തന്റെ കാലിൽ ഞാനാ ചവിട്ടി ഓടിക്കണം. സാറേ, ഞാൻ അങ്ങോട്ട് ഇറങ്ങുകയാണേ. ശരി വക്കീലേ. എടാ അകത്ത് പോ. നിന്റെ പണി എന്താണെന്ന് മമ്മ അറിയും. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യും. ഞാൻ എന്ത് ചെയ്യാനാ? Don't be so desperate, dude. എല്ലാത്തിനും ഒരു വഴിയില്ലേ? നെവർ എവർ ഗിവ് അപ്പ്. ഇയാളെ നിനക്കറിയാമോ? ഇല്ല. നീ മനസ്സമ്മതം മുടക്കിയ പെണ്ണിന്റെ ആരാണ്ട അമേരിക്കയിൽ നിന്നായിരിക്കും വന്നത്. നിനക്കെങ്ങനെ അറിയാം? ഫ്രഞ്ച് സംസാരിക്കുന്ന കേട്ടില്ലേ? മണ്ടത്രം പറയടാ. ജാമ്യത്തിൽ എടുത്തുകൊണ്ട് പോയി തല്ലി കൊല്ലാനായിരിക്കും. വേണ്ടെന്ന് പറ. മിണ്ടാണ്ടിരിക്കടാ. സാറിനുള്ളത് കോൾ ഫ്രം ദ ടോപ്പ്. ഹലോ സാർ. ഓക്കെ സാർ. ശരി സാർ. ഞാനിവരെ കൊണ്ടുപോയിക്കോട്ടെ? ശരി സാർ. താങ്ക് യു. സാർ, ഒരു ചായ പറഞ്ഞാൽ? ജനമൈത്രി വേണ്ട, പിരി. സാവേ വാ.